പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, 2ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക, എത്ര പാഠങ്ങൾ നമ്മൾ പഠിക്കണം എന്നീ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ മോഡൽ ചോദ്യ പേപ്പർ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തത് യോജിപ്പിക്കാം എന്ന ഒരു ചോദ്യമാണ്. 5 ചോദ്യങ്ങളുണ്ട്, ഇപ്പുറത്തെ കള്ളിയിൽ നൽകിയിട്ടുണ്ട്. നിങ്ങളത് തിരഞ്ഞെടുത്ത് ഡേഷിട്ട ഭാഗത്ത് എഴുതി കൊടുക്കണം. എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അക്ഷരപ്പിഴവുകളില്ലാതെ തന്നെ എഴുതി കൊടുക്കണം. അതോടുകൂടെ തന്നെ ശരിയായ ഉത്തരം തന്നെ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എഴുതുക. ആദ്യം ഒന്ന് എഴുതി അത് വെട്ടി, വീണ്ടും എഴുതി അതും വെട്ടി, അങ്ങനെ ആകെ ഉത്തര പേപ്പർ വൃത്തിഹീനമാകുന്ന രൂപത്തിലേക്ക് മാറരുത്. പ്രത്യേകം കുട്ടികളത് ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾ ആ കാര്യം പറഞ്ഞു കൊടുക്കുക. ഒന്നാമത്തത് സലാം പറയേണ്ട വാചകം മാറിപ്പോകരുത്. അസ്സലാമു അലൈക്കും എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ ചോദ്യമായിട്ടും വന്നേക്കാം. അപ്പോൾ എഴുതുന്ന രൂപം പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും എന്നുള്ളതിൽ ഒരു ലാം അതിൻ്റെ ഇടയിൽ സൈലൻ്റ് ലാം വരുന്നുണ്ട്. രക്ഷിതാക്കൾ അതൊന്ന് കാണിച്ചു കൊടുക്കുക. സലാം മടക്കേണ്ട വാചകം ഏതാണ്? വ അലൈക്കുമുസ്സലാം. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തത് സ്വർഗത്തിൽ കടക്കാൻ മുഅ്മിനാവണം. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ വിശ്വാസി. അപ്പോൾ വിശ്വാസികൾക്കാണ് സ്വർഗത്തിൽ കടക്കാൻ കഴിയുക. സ്വർഗത്തിൽ കടക്കാൻ മുഅ്മിനാവണം എന്നുള്ളതാണ്. നാലാമത്തത് ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് എന്നതാണ് യോജിച്ചത്. അഞ്ചാമത്തത് നഖം മുറിക്കൽ പ്രധാന സുന്നത്താണ്. അപ്പോൾ അതൊരു സുന്നത്തായ കാര്യമാണ്. അപ്പോൾ ഇതിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചോദ്യ രൂപത്തിലോ മറ്റേതെങ്കിലും രൂപത്തിലോ ഒക്കെ പ്രതീക്ഷിക്കാം. അതുകൊണ്ടത് പഠിച്ചു എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വേഗത്തിൽ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയണമെങ്കിൽ പാഠവുമായി നല്ലോണം ബന്ധം കുട്ടികൾക്കുണ്ടാവണം. 1 മുതൽ അവസാന പാഠം വരെ നന്നായി വായിപ്പിക്കുക. ഓരോ പാഠങ്ങളും 2 തവണയെങ്കിലും ചുരുങ്ങിയത് നമ്മൾ വായിപ്പിക്കാനുള്ള സമയം കണ്ടെത്തണം. ഇനി രണ്ടാമത്തെ പൂർത്തിയാക്കാം എന്ന ചോദ്യമാണ് വായിക്കുന്നത്. അതിലൊന്നാമത്തത് സ്വിച്ച് ഇടുമ്പോൾ നാം പറയണം. എന്താണ് പറയേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയണം എന്ന നിലയ്ക്കുള്ള ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നമ്മളോട് ചോദിച്ചേക്കാം. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് പ്രത്യേകം പഠിച്ചു വെക്കുക. അത് ഗുണം ചെയ്യും. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ആരാണ്? ഉപ്പയാണ് നമുക്ക് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. മൂന്നാമത്തത് ഇഷായിൻ്റെ ശേഷം സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല. നാലാമത്തത് നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉണരാം. അഞ്ചാമത്തത് വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെ എഴുതുന്നത് കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തത് ഉത്തരം എഴുതാം എന്ന ചോദ്യമാണ്. 1 ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ അകന്നു പോകും ആര്? പിശാച്. അപ്പോൾ പിശാച് ബിസ്മി ചൊല്ലിയാൽ അകന്നു പോകും. 2 സലാം വ്യാപിച്ചാൽ എന്തുണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്? സ്നേഹമുണ്ടാകും എന്നാണ്. മൂന്നാമത്തത് നഖം മുറിക്കാൻ ഉത്തമമായ സമയം ഏത്? വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയുമാണ്. അടുത്തത് 2 വീതം എഴുതാം എന്ന ചോദ്യമാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളാണ് 2 എഴുതാൻ പറഞ്ഞത്. അള്ളാഹു ഇഷ്ടപ്പെടും, ബുദ്ധി കൂടും, കാഴ്ചശക്തി കൂടും, വായ വൃത്തിയാകും. അപ്പോൾ 2 ചുരുങ്ങിയതെല്ലാവരും പഠിച്ചു വെക്കണം. എഴുതുന്നതും പഠിച്ചു വെക്കണം. പറയാൻ പഠിച്ചാൽ പോരാ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആരോഗ്യം കൂടും, പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും, സന്തോഷമുണ്ടാകും, ഓർമ്മശക്തി കൂടും, പെരുമാറ്റം നന്നാവും. ഇതൊക്കെ നേരത്തെ ഉറങ്ങിയാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തത്
ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽ നിന്ന് 2 അപ്പോൾ ഇങ്ങനെ 2 3 ഒക്കെ ആയിട്ട് വേർപിരിക്കാനൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരുപാട് ചോദ്യങ്ങൾ ദുറൂസിൻ്റെ അവസാന ഭാഗങ്ങളിൽ വരുന്നുണ്ട്. അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി പഠിച്ചവർക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങൾ വായന തുടങ്ങുമ്പോൾ, സ്വതക്ക നൽകുമ്പോൾ, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ, വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ ഒക്കെ ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളാണ്. 4 മിസ്വാക്ക് ചെയ്യേണ്ട സമയങ്ങൾ ഏതൊക്കെ സമയത്താണ് പല്ല് തേക്കാൻ വേണ്ടി നമ്മളെ പാഠത്തിൽ പറഞ്ഞത്? ഉറങ്ങുന്നതിന് മുമ്പ് വളരെ നിർബന്ധമാണ്. രാവിലെ തേച്ചിട്ടില്ലെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് കുട്ടികൾ പല്ല് തേക്കുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തുക. അല്ലാത്ത പക്ഷം കുട്ടികളുടെ പല്ല് മുഴുവൻ കേടുവരും. രക്ഷിതാക്കൾ ഒരു മടിയും കാണിക്കരുത്. അതിലെ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ തന്നെ അതിനെ കാണുകയും കുട്ടികൾ ആ വിഷയം ശീലിപ്പിക്കുകയും ചെയ്യണം. കാരണം നമുക്കൊക്കെ അനുഭവമാണ്. മദ്രസ പഠിപ്പിക്കുന്നവരാണ്. ഒരൊറ്റ കുട്ടിയുടെ വായിലും പല്ലില്ല. കാരണം മധുരം കഴിച്ച് രാത്രി കിടക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നിങ്ങൾ ആ വിഷയം വളരെ ഗൗരവത്തിൽ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുട്ടികൾക്ക് ശീലമാക്കിയാൽ പിന്നെ വലുതായാൽ അവരത് ചെയ്തോളും. ഉറങ്ങും മുമ്പ്, ഉണർന്ന ഉടനെ, അതും നല്ലതാണ്. ഖുർആൻ ഓതും മുമ്പ്, വുളൂ ചെയ്യുമ്പോൾ, ഈ സമയങ്ങളിലൊക്കെ പല്ല് തേക്കൽ സുന്നത്തുള്ള സമയങ്ങളാണ്. ഇനി അടുത്തത് 5 വേർതിരിക്കാം എന്ന ചോദ്യമാണ്. നേരത്തെ ഉണർന്നാൽ, വൈകി ഉണർന്നാൽ, ഇങ്ങനെ 2 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. നേരത്തെ ഉണർന്നാൽ ബറക്കത്തുണ്ടാകും. ആദ്യ സമയത്ത് സുബഹി നിസ്കരിക്കാൻ കഴിയും. ഇനിയുണ്ട്, പുസ്തകത്തിലുണ്ട്, നിങ്ങളതൊക്കെ പഠിച്ചു വെക്കുക. വൈകി ഉണർന്നാലോ സുബഹി ഖളാ ആകും. ബറക്കത്ത് തീരെ ഉണ്ടാവില്ല, ബറക്കത്ത് ഇല്ലാതാവുകയും ചെയ്യും. ഇനി അടുത്തത് കാൽവിരലുകളിലെ നഖം മുറിക്കേണ്ട ക്രമമാണ്. അവിടെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രക്ഷിതാക്കൾ കുട്ടികൾക്ക് അറിയുമോ എന്നൊന്ന് നോക്കുക. ഇതുപോലെ തന്നെ കൈയിൻ്റെയും ചിത്രം ചിലപ്പോൾ ചോദിച്ചേക്കാം, ചിലപ്പോൾ കാലിൻ്റെ ചിത്രം, ചിലപ്പോൾ ഈ ചോദ്യം തന്നെ വന്നേക്കില്ല. എന്നിരുന്നാലും മുഴുവൻ മാർക്കും കിട്ടാൻ ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചോദ്യം വരുന്ന രൂപം കൃത്യമായി നമ്മൾ മനസ്സിലായി. പാഠം 1 മുതൽ അവസാന പാഠം വരെ ചോദ്യവും ഉത്തരവും ഇതുപോലെ 2, 3 വിഷയങ്ങളൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകം കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുക. എന്നിരുന്നാലേ അവർക്ക് വേഗത്തിൽ ആൻസറുകളൊക്കെ എഴുതാൻ കഴിയുകയുള്ളൂ. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. കമൻറ്റിൽ ആമീൻ എഴുതുന്നവർക്കൊക്കെ പടച്ചോനെ നീ നല്ല ഉയർന്ന മാർക്കോടെ, മുഴുവൻ മാർക്കോടുകൂടെയുള്ള ഈ വിജയം നൽകണം. നല്ല മക്കളാക്കി മക്കളെ നീ മാറ്റണം. ദുനിയാവിലും ആഖിറത്തിലും കൺകുളിർമയുള്ള മക്കളാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ.